ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എടാ, ജയിലിൽ നിന്ന് ഇറങ്ങുന്നത് ശിവനാ. ശിവന് സംഹാരമൂർത്തി എന്നൊരു പേര് കൂടിയുണ്ട്. ഇനി നിനക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. സമയമുണ്ടെങ്കിൽ ആ വേദപുസ്തകം ഒന്ന് തുറന്നു നോക്കണം. അച്ഛാ, പോയിട്ട് വരാം. മക്കളെ, അച്ഛൻ പോയിട്ട് വരാം. പിള്ളേ, ഇതൊന്നും ശരിയാവുന്നില്ലല്ലോ പിള്ളേ. അല്ല സത്യമേ, നോക്ക്. അതാ തുണിക്കടയിലെ കാശ് കിട്ടാനുണ്ട് കേട്ടോ. അത് കിട്ടുമ്പോ ടാലിയാവും. എല്ലാം വിഷ്ണുക്കുഞ്ഞോട് ചോദിച്ചിട്ടാ ഞാൻ ചെയ്തത്. നമുക്കൊരു സ്ഥലം വരെ പോയല്ലോ. പോയേക്കാം. അല്ല, നീ എവിടേക്കാന്ന് തിരക്കുന്നില്ലേ? റോയുടെ കൂടെ അല്ലേ? അതെന്തായാലും എനിക്ക് ദോഷം വരുത്തുന്നതായിരിക്കില്ലെന്ന് എനിക്കറിയാം. നിനക്ക് ഗുണം ചെയ്യുന്ന ഒരു കാര്യ. എന്നാ പിന്നെ ഇപ്പൊ പോയെന്ന് ചോദിച്ചാ മതി. നഗർ പോവാം. സ്വാമി, തന്നെ ഞാൻ എന്റെ പേഴ്സണൽ സെക്രട്ടറി ആയിട്ടാണോ, മനസാക്ഷി സൂക്ഷിപ്പുകാരനായിട്ടാണോ, അതോ എന്നെ അടുത്തറിയാവുന്ന എന്റെ സുഹൃത്തായിട്ടാണോ, എങ്ങനെയാണ് കണ്ടിരിക്കുന്നതെന്ന് എനിക്ക് തന്നെ അറിയില്ല. ഒരു കാര്യം ഉറപ്പാണ്, എന്റെ ഭാര്യയെക്കാളും എന്നെ അറിയാവുന്നത് തനിക്കാ. എന്റെ ചലനങ്ങളിലൂടെ സ്വാമിക്ക് എന്നെ മനസ്സിലാക്കാൻ പറ്റും. എന്താ മഹേന്ദ്രൻ സാറിന് പറ്റിയത്? മനസ്സിൽ അരുതാത്ത ചിന്തകളൊക്കെ കടന്നുകൂടിയിട്ടുണ്ടല്ലോ. മനസ്സിനും ശരീരത്തിനും ഒന്നും ഒരു സ്വസ്ഥതയില്ല സ്വാമി. എന്തൊക്കെയോ ആപത്തുകൾ വരുന്നു എന്നൊരു സൂചന ആരോ ഇരുന്ന് പറയുന്ന പോലെ. ചിന്തകൾ മനസ്സിനെ തളർത്തും. ഭയം മനസ്സിനെ കീഴടക്കിയാൽ നമ്മുടെ സ്വസ്ഥത പോകും. ഇപ്പൊ സാറിനെ അലട്ടുന്നത് ശിവൻകുഞ്ഞിന്റെ ജയിലിൽ നിന്നുള്ള ഇറക്കം തന്നെയാണ്. യോഹന്നാൻ കളിക്കുമോ എന്നുള്ളൊരു പേടി. ശിവൻ ഇറങ്ങിയ യോഹന്നാൻ അവന്റെ പുതിയ തന്ത്രങ്ങളുമായി ശിവന്റെ നേരെ വരുമെന്നുള്ളത് ഉറപ്പുള്ള കാര്യം തന്നെയാ. അതിനെ എതിരിടാനുള്ള ചങ്കുറപ്പും ശിവനുണ്ട്. പക്ഷേ എന്റെ ചിന്ത അതൊന്നുമല്ല. ഇങ്ങനെ കൊണ്ടും കൊടുത്തും ജയിലിൽ കയറിയും ശിവൻ അവന്റെ ലൈഫ് ഇല്ലാതാക്കുകയല്ലേ. അവനും ഒരു ജീവിതം വേണം. ഈ യോഹന്നാനെയോ അവന്റെ കുടുംബത്തെയോ പരാജയപ്പെടുത്തി മുന്നോട്ട് പോകുമ്പോ അവർക്ക് മേലെ അവൻ അവന്റെ വിജയം ആഘോഷിച്ചേക്കാം. പക്ഷേ അവന്റെ ജീവിതവുമായിട്ട് തട്ടിച്ചു നോക്കുമ്പോ, ഒരച്ഛന്റെ കണ്ണുകൊണ്ട് നോക്കുമ്പോ ഒരു വിജയമായിട്ട് എനിക്ക് അതിനെ കാണാൻ പറ്റുവോ? സാറ് പറഞ്ഞു വരുന്നത് ശിവൻകുഞ്ഞിനൊരു കല്യാണം വേണമെന്നല്ലേ? അത് നമുക്ക് നോക്കാവുന്നേ. പിടിച്ചോണ്ട് വരാൻ പറഞ്ഞ ചേട്ടാവനെ കൊന്നോണ്ട് വാ എന്ന് പറയുന്ന രീതിയിലുള്ളൊരു പെണ്ണ്, അത് നമുക്ക് കണ്ടുപിടിക്കാം. പിന്നെ ഇപ്പോ ശിവൻകുഞ്ഞിന്റെ മനസ്സിലൊരു കനലുണ്ട്. ആ കനലാണ് കുഞ്ഞിനെ മുന്നോട്ട് നയിക്കുന്ന ജീവവായു. അത് കെടാതെ നോക്കണം. കാരണം അത് കെട്ടാ പിന്നെ ശിവൻകുഞ്ഞില്ല. എടാ, കക്ഷത്തിൽ തിരികെ കയറ്റി ഭദ്രമാക്കി വെച്ചതൊക്കെ കൈവിട്ടു പോവുകയാണല്ലോ മഹേന്ദ്ര. എന്താണ് അതിന്റെ കക്ഷത്തിന് ചോർച്ച വന്നോ? അതോ നിന്റെ മനക്കണക്കൊക്കെ തെറ്റിയോ? എടാ, കളക്ടറെ ആള് പുലിയാ. കളക്ടർ ആള് പുലിയാണെന്നുള്ളതൊക്കെ മനസ്സിലായി.
എടാ ആ പുലിയെ പുലിമടയിൽ നിന്നും ഇറക്കിയ കള്ളപ്പുലി ആരാണെന്നും മനസ്സിലായി. ആ, പക്ഷേ വന്നു കയറിയത് സിംഹക്കൂട്ടിലേക്കാണെന്ന് പുലിക്കുട്ടി താനെ മനസ്സിലാക്കിക്കോളും. എടാ ജരാനരകൾ ബാധിച്ചാലും സിംഹം എന്നും സിംഹം തന്നെയാണ് യോഹന്നാനെ. അല്ലാതെ കള്ളപ്പൂച്ചയ്ക്കുണ്ടായിട്ട് കള്ളച്ചോറിൽ നിന്ന് പുലിക്കുട്ടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന നിന്നെ പോലെയുള്ളവരെ അതിനോട് ഉപമിക്കല്ലേ. എടാ പുലികൾക്ക് തന്നെ അത് നാണക്കേടാടാ. എടാ നിന്റെ നാവാണ് മഹേന്ദ്ര ഇപ്പോഴും നിന്നെ നിലനിർത്തി കൊണ്ടുപോകുന്നത്. അത് തളർന്ന നീ തീർന്നു. ഉം, ഉം, ഉം. നാളെ മകൻ ഇറങ്ങുകയാണല്ലേ. അവനെ വെളിയിൽ ഇറക്കണ്ട എന്ന് ഞാൻ വിചാരിച്ചതാണ്. പിന്നെ ഓർത്തു ഈ ഇറങ്ങട്ടെ എന്ന്. എന്റെ മകനൊന്ന് കൈ തെളിക്കണമെങ്കിൽ തണ്ടിയും തരവും ഒക്കെ നോക്കി പോകേണ്ട കാര്യമില്ലല്ലോ. അതിനുവേണ്ടി ഞാൻ അങ്ങ് ക്ഷമിച്ചതാടാ. ഓ, അപ്പൊ നീ മകന്റെ അളവിനൊത്ത ഒരു ശവപ്പെട്ടി ലേലത്തിൽ പിടിച്ച് വീട്ടിനകത്ത് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടെന്നുള്ളത് ചുരുക്കം. എടാ കുറെ നാളായിട്ട് പനമ്പട്ട കിട്ടാതെ വലഞ്ഞ കൊമ്പനാ. നിന്റെ മോനോട് അവന്റെ മുമ്പിലോട്ടൊന്നും ചെന്ന് കേറി കൊടുക്കരുതെന്ന് പറ. ഉടലോടെ എടുത്ത് അവൻ ചിലപ്പോ അങ്ങ് വിഴുങ്ങിന്ന് വരും. ആ പിന്നെ യോഹന്നാനെ, എടാ എന്റെ മകനെ ജയിലിൽ നിന്ന് ഇറക്കണമെന്ന് ഞാൻ വിചാരിച്ചത് കൊണ്ടാ അവനിപ്പോ ഇറങ്ങുന്നേ. ഇറങ്ങിയിട്ട് എന്തൊക്കെ കാണിക്കണമെന്നുള്ളത് അവന്റെ വിചാരം പോലെ ഇരിക്കും. അവൻ എന്ത് വിചാരിച്ചാലും വെളിയിൽ ഇറങ്ങി എന്തെങ്കിലും അധിക പ്രസംഗം കാണിക്കാനാണ് അവന്റെ ഉദ്ദേശമെങ്കിൽ അതെ അവൻ ആപത്താ. തലതെറിച്ച പയ്യൻ തന്തയുടെ ചൊൽപ്പടിയിൽ നിൽക്കില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് വീട്ടിലെ പട്ടിക്കൂട്ടിൽ പൂട്ടിയിട്ട് വളർത്തിയാലും വേണ്ടിയില്ല. പേ പിടിച്ചവനെ പോലെ തെരുവിലേക്ക് ഇറക്കി വിടരുത്. വിട്ടാൽ തെരുവ് പട്ടിയെ തല്ലി കൊല്ലുന്നത് പോലെ നടു റോഡിലിട്ട് തീർക്കും ഞങ്ങൾ അവനെ. ഒടുവിൽ നിനക്ക് നിന്റെ മകന്റെ മുഖം മോർച്ചറിയിൽ പോയി കാണേണ്ടി വരും. ഓ എടാ അവന്റെ ചരട് എന്റെ കയ്യിൽ നിന്ന് പോയിട്ട് വർഷങ്ങളായി. ഇത് നീയായിട്ട് തുടങ്ങി വെച്ചതല്ലേ, ഞാനായിട്ട് തീർക്കുന്നില്ല യോഹന്നാനെ. മോർച്ചറിയില് ആരെ വേണമെങ്കിലും കിടത്താവല്ലോ. നിന്റെ ഭാര്യയ്ക്കും മോക്കും അതിന്റെ മുന്നിൽ വന്ന് നിന്ന് വാവിട്ട് അലച്ച് കരയാൻ യോഗം ഉണ്ടെങ്കിൽ പിന്നെ ഞാനായിട്ട് അതിന് തടസ്സം നിൽക്കുന്നില്ലടാ. എടാ ജയിലിൽ നിന്ന് ഇറങ്ങുന്നത് ശിവനാ. ശിവന് സംഹാരമൂർത്തി എന്നൊരു പേര് കൂടിയുണ്ട്. ഓ ഇനി നിനക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. സമയമുണ്ടെങ്കിൽ ആ വേദപുസ്തകം ഒന്ന് തുറന്നു നോക്കണം. അതിൽ പറഞ്ഞിട്ടുണ്ട് യോഹന്നാനെ, പാപത്തിന്റെ ശമ്പളം മരണമാണെന്ന്. എടാ ഇനിയെങ്കിലും നീ ഒന്ന് അടങ്ങ്, ഇല്ലെങ്കിൽ നിന്നെ അവ അടക്കും. പള്ളിപ്പറമ്പിലല്ല, അങ്ങ് തെമ്മാടിക്കുഴിയില്.